പ്രസിഡൻസ് ട്രോഫി ജലോത്സവവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സമാഹരണവും വരവ് ചെലവ് കണക്കും പരസ്യപ്പെടുത്തണമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിനെയും UDF-നെയും പൊതുസമൂഹത്തെ ആകെ തന്നെ അതിനെ വസൂലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കണം. പ്രധാനമായും ഇതിൽ ജില്ലാ കളക്ടറാണ് റെസ്പോൺസ്. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള സമിതിയാകുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ വരവിനെ സംബന്ധിച്ച്, ചെലവിനെ സംബന്ധിച്ച്, സ്പോൺസർമാരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ സുതാര്യമായി പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടുന്ന നിലയിലേക്ക് സമഗ്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള പൊതു ആവശ്യമാണ് LDF ഈ കാര്യത്തിൽ. ജില്ലാ കളക്ടർ PGS തോമസ് കോൺഗ്രസിന്റെ പാവയായി പ്രവർത്തിക്കുകയാണ്. ജലമേള കോൺഗ്രസിലെ I വിഭാഗത്തിലെ ഒരു വിഭാഗവും പീതാംബരക്കുറുപ്പ് MPയും ഏതാനും ചില വ്യവസായ ദല്ലാളന്മാരും കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നുവെന്ന് കൺവീനർ R രാമചന്ദ്രൻ ആരോപിച്ചു. മത്സരങ്ങൾ സ്പോൺസർ ചെയ്ത ചില സ്വകാര്യ കമ്പനികളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജലോത്സവത്തിന് നടത്തുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ KN ബാലഗോപാൽ MP, മേയർ പ്രസന്ന ഏണസ്റ്റ്, CPM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, അഡ്വക്കേറ്റ് ഫിലിപ്പ് K തോമസ്, NK പ്രേമേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.